വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഞാനും മെഡ്മിസ്റ്റേഴ്സും ഇതേ സ്ഥാനത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുട്ടിയെ നിങ്ങൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ ഡാഡിയുടെ വീട്ടുകാർ. സോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടി മിസ്സായിട്ട് ഇത് 3-ാമത്തെ ദിവസമല്ലേ? ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു? കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ താമസിച്ചാൽ ആദ്യം അന്വേഷിക്കേണ്ടത് സ്കൂളിലല്ലേ? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. മോൾ അവളുടെ ഡാഡിയുടെ വീട്ടിലുണ്ടായിരിക്കുമെന്ന് കരുതിയാണ് ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഫാദറിന്റെ വീട്ടുകാർ തന്നെ കുട്ടിയെ മാറ്റിയതാവാം കേസിന്റെ ബലത്തിന് വേണ്ടി. അല്ലെങ്കിൽ റിയൽ മിസ്സിംഗ്. ഫാദർ, ഡോക്ടറുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വാശിയും പരസ്പര പഴിചാരലും മാറ്റിവെച്ച് കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക. ഐ മീൻ പോലീസിൽ വിവരം കൊടുക്കുക. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങളും നടത്താം. നിങ്ങൾക്കുള്ള അത്ര തന്നെ സീരിയസ്നെസ്സും ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട്. അത്രയ്ക്കെങ്കിലും മിസ്സസ് ജസ്റ്റിസും മനസ്സിലാക്കുക. പേടിത്തൊണ്ടൻ. വീമ്പ് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ധൈര്യം ഉണ്ടെന്ന്. വീമ്പ് പറച്ചിലല്ല, ഇതുപോലത്തെ ഒരു കാട്ടി യക്ഷി ഒന്നുമില്ലെങ്കിൽ തളച്ചോണ്ട് കിടക്കുന്നില്ലേ ഞാൻ. എന്നെ എന്തിനാ കാട്ടി യക്ഷിയെന്നും വെള്ളാടി മുത്തിയെന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ നിനക്ക് അതുമായിട്ട് കുറച്ച് രൂപസാദൃശ്യങ്ങളുണ്ടല്ലേ. ഇതെന്താ കയ്യിലൊരു പൊതി? കാവിൽ ഉത്സവം കൂടിയിരിക്കല്ലേ, ആ വഴി വന്നപ്പം നിനക്ക് വേണ്ടി കുറച്ച് കരിവളയും പൊട്ടും ചാന്തും വെക്കാണെന്ന് നീ വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് മോക്ക് വേണ്ടി ബാലയുടെ ഉടുപ്പ് വെപ്പിച്ചതാ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതമോൾ മതി. അവൾ ഇന്നോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവള് നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ? ഇവിടെ എല്ലാവർക്കും ഉള്ള മണിക്കുട്ടിയാ. എനിക്കതാ പ്രയാസം. കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവളോട്ട് കൂട്ടാക്കൊന്നുമില്ല. എല്ലാവരോടും അവൾക്ക് ഇഷ്ടാ, എന്നെ ഒഴിച്ച്. എങ്ങനെയാ പറഞ്ഞു പേടിപ്പിച്ചിരിക്കല്ലേ വെള്ളാടി മുത്തിയെന്ന്? അവളത് അത്ര കാര്യമാക്കുന്നു ഞാൻ കരുതിയോ? സൂക്ഷിച്ചു നോക്ക്, ഇപ്പൊ പല്ല് മുളയ്ക്കണല്ലോ. ഉണ്ടോ? ആ, അതാ അങ്കിള് പറഞ്ഞ്. കൊമ്പുമില്ല. നോക്കിയേ, കൊമ്പുണ്ടോ? ഇപ്പൊ മുഖം പേടിയുണ്ടോ? എന്നാ തൊട്ട് നോക്കി. തൊട്ട് നോക്കും മോളെ. മോളെ തൊട്ട് നോക്ക്. ഇപ്പൊ മോക്ക് പേടിയുണ്ടോ? ഒട്ടും. ആ, ഇതാണ് വെള്ളാടിമുത്തി. ആ, കല്ലാക്കി മാറ്റിയതാ വെള്ളാടിമുത്തിയെ. അതോ പണ്ട് ഒത്തിരി പണ്ട് ഇരുട്ടുകുത്തി മല ഇറങ്ങി കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വെള്ളാടിമുത്തി വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് തലയിൽ ആണിയടിച്ച് ദേവിയാക്കി ഈ കല്ലിൽ പ്രതിഷ്ഠിച്ചിരിക്കുക. ഇപ്പോ നമ്മളുടെയൊക്കെ ദേവിയാ വെള്ളാടിമുത്തി. മോള് തൊഴുതോ? ആര്? കുറച്ചും കൂടി ഇതാണ് കയറാൻ പറ്റുമോ? അതിനത് കാറും ബസ്സും ഒന്നും അല്ല. നിലയുണ്ടാവോ? ഇറങ്ങി നോക്ക്. തിരിച്ചു പോവാൻ തോണി സർവീസ് ഉണ്ടാവോ? ഇരുട്ടായ പിന്നെ ഉണ്ടാവില്ല. ഇരുട്ടായത് അങ്ങനെ മുങ്ങി പോവോ? ആ, ചിലപ്പോ മുങ്ങി പോകും. താൻ ഇവിടുത്തുകാരൻ തന്നെ അല്ലേ? എന്തേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഭൂപടത്തിലില്ലാത്തൊരു സ്ഥലം അത്. മരുതേ എന്നാക്കാ? പോയി പോയി. ഈ സ്ക്രൂ ഡ്രൈവർ നന്ദന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? நீங்க யாருங்க? எங்க இருந்து வாரீங்க? എന്റെ ഈശ്വര, വന്നത് തമിഴ്നാടായ. என்னாச்சு? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഒന്നുമില്ല. ഇനിയിപ്പോ ഇതൊന്നും എങ്ങനെ കാരണാവും? കാലന്മാരാ? പൊതുവാനോട് കളിക്കരുത്. ഗീതുമോളെ, എന്ത് തോന്നിയാസോടോ താൻ കാണിച്ചത്? ഫലത്തിൽ ഇപ്പൊ കുട്ടീനെ കട്ടുകൊണ്ടോന്ന് പോലെ ആയില്ലേ? ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ ഒരു ദിവസത്തേക്ക് നമ്മൾ താൻ നിർബന്ധിച്ചപ്പോ ആട്ടേന്ന് ഈ പൊട്ടം പറഞ്ഞു. അത് എന്റെ വലിയ തെറ്റ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതിന് ഞാനും കൂടി കൂട്ടുന്നത് പോലെ ആയില്ലേ? ഈ വിവരങ്ങൾ അവിടെ അറിഞ്ഞ സകലത്തിന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അതാ ഞാൻ ഓടി വന്നത്. ചേട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ട് മോള് വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനെയാണ് പോണ. ചേട്ടൻ ആദ്യം ഒന്ന് കുളിച്ചു കയറ്. ഞാൻ ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നല്ല പട്ടി. ആ കാലന്മാരെ വെള്ളത്തിൽ തട്ടിട്ട് നീ അറിഞ്ഞ? ചേട്ടൻ ഒന്ന് വീട്ടിലേക്ക് വാ. ചേട്ടൻ നിർബന്ധിച്ച മോള് വരും.
ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് വളരെ അടുത്താ. ഈ ഹിമാലയത്തിലേക്കാണ് നീ ഈ കുട്ടിനെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു പൊന്നെ. ഇതെടുക്കണ്ടേ? എന്താ നിനക്ക് വേണത്? എവിടെ ചെന്നാലും എനിക്ക് ഈ ഗതികേടുള്ളൂ ഈശ്വര. മോളെ കൊണ്ടുപോവാനല്ലേ പൊതുവാൾ ഇത്രയും ദൂരം വന്നത്? നല്ല കുട്ടിയല്ലേ, മോള് വാ. മമ്മി അവിടെ കിടന്ന് കരയാ മോളെ കാണാണ്ട്. ആരോടും പറയാതെയല്ലേ കുട്ടി പോകുന്നത്? ദേ പൊതുവാളിനെ ധർമ്മസങ്കടത്തിലാക്കരുത് കുട്ടി. 1001 പ്രാവശ്യം എന്നെ കിങ്കോങ് എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ വേണ്ട. ഞാൻ പുതിയൊരു കഥ പറഞ്ഞുതരാം. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചീത്തയാക്കണേ? മോളെ ദേ ഡ്രൈവറുകളല്ലേ പറയുന്നത്, മോളിപ്പോ മാമന്റെ കൂടെ പോ. ദേ ഡ്രൈവറുകളും വരാൻ കൂടെ. ഗീതമോള് തമാശ പറയല്ലേ? ദേ പൊതുവാളിന് ദേഷ്യം വരുന്നുണ്ട്. കുറുമ്പ് കാട്ടാതെ വന്ന എന്റെ കൂടെ. അടി കിട്ടും നിനക്ക്. ദേ തുടങ്ങി കരയാൻ. കരയല്ലേ കരയല്ലേ. കിങ്കോങ് വെറുതെ പറഞ്ഞതല്ലേ. ആര് പറഞ്ഞു മോളെ കൊണ്ടുവന്ന്? താൻ പറഞ്ഞോ? മുത്തച്ഛൻ പറഞ്ഞോ? അമ്മ പറഞ്ഞോ? ഇല്ല, മോളെ എവിടേക്കും പോണില്ല. എന്റെ മോളെ കിങ്കോങ് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വന്നതല്ലേ. നല്ല മലഞ്ചെരിവുകളും പച്ച വയലേലുള്ള മനോഹരമായിട്ടുള്ള നാട്. ആയ് ഞാനിപ്പോ അവിടെ ചെന്നിട്ട് എന്താടോ പറയാ? വല്ലാത്തൊരു കുടിക്കലാണല്ലോ താൻ എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. തൽക്കാലം ചേട്ടൻ അവരോട് പറഞ്ഞോളൂ, വിഷമിക്കാനൊന്നുമില്ലെന്ന്. മോള് ഇവിടെ സുഖമായിട്ടിരിക്കല്ലേ? നല്ല ചേലായി. ഈ വിവരം ഞാൻ അവിടെ ചെന്നാണ് പറയാ. എന്നിട്ട് ആ തള്ളയെ എന്ന് കിട്ടുന്നത് വാങ്ങിക്കുക. എടോ ആ സ്കൂളിൽ വേറെ എത്ര കുട്ടികളുണ്ടായിരുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ച് തനിക്കൂടെ കൊണ്ടുവയ്ക്കായിരുന്നില്ലേ? ഇത് തന്നെ വേണമായിരുന്നോ? ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. ഇവന്റെ പൊട്ടനാ. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ് ഈ ചെറുകുന്നം ഭാസ്കർ പിള്ളയെ വരട്ടരുത്. ഇത് ആർക്കും എടുത്ത് തട്ടാവുന്ന പന്തല്ല ഈ കോർപ്പസ്. ഈ പ്രശ്നം അങ്ങനെ ഇവിടെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സുപ്രീം കോടതി അല്ല, അതിനപ്പുറത്തൊരു കോടതി ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ പോകും. മിസ്റ്റർ പിള്ളേ, ലീഗലി നിങ്ങളുടെ വീട്ടിൽ കുട്ടി ഉണ്ടായിരിക്കേണ്ട സമയത്താണ് അവളെ കാണാതായത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കുറെ കാലമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാ? ഹു ആർ യു? മൈൻഡ് യുവർ വേർഡ്സ്. പ്ലീസ്, ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും വഴക്കിടാതിരുന്നൂടെ? മോളെ കാണാതായതല്ല നിങ്ങൾക്ക് ആർക്കും പ്രശ്നം. എല്ലാവർക്കും കണക്ക് പറഞ്ഞ് തീർക്കാനാ തിരക്ക്. വേണ്ട, ഈ കള്ളക്കരച്ചിലും നാട്യമൊന്നും എന്നോട് വേണ്ട. കുട്ടിയെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ അനിയനെയും വലിയച്ചയും കുരുക്കിലാക്കാനുള്ള അടവാണിതല്ലേ? കുട്ടി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, ഏത് വിധേനയും. താനെന്താ പേടിപ്പിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. വൈ ആർ യു നോട്ട് ഡൂയിങ് ഇറ്റ്? പോലീസിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ വിളിക്കണം, ഡയൽ 100 വിളിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. യു മേ ഗോ നൗ. സത്യം പറയാണെന്ന് വിചാരിച്ചതാ. വേണ്ട, ആ കുട്ടിയെ ഈ നരകത്തിലിട്ട് ഞാനായിട്ട് അതിന് മനസമാധാനം എന്തിനാ കളയണേ? ഒരു ജസ്റ്റിസ് ആയിരുന്ന നിങ്ങൾ ഇൻജസ്റ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കോടതി വെച്ച് കാണാം. ഗോഡ് ഈസ് വിത്ത് മീ. എന്താ പാക്കരപ്പിള്ള, തലയ്ക്ക് സുഖം തന്നെയല്ലേ? ധർമ്മത്തിന് പൊക്കോട്ടോ. പോടോ, നീ പോടാ. അത് തീർപ്പോടോ. പട്ടിണി വെച്ചിട്ട് ഞാൻ പോയിട്ട് മതി. മോളുടെ ഒരു കാലിലെ കൊലുസ് എന്തിയേ? വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോ ഉണ്ടായിരുന്നല്ലോ. നീ ഇതൊക്കെ നോക്കണ്ടേ നന്ദ? നമ്മൾ എത്തിക്കാത്തോണ്ടാണെന്ന് കരുതിയില്ലേ കുട്ടിയുടെ വീട്ടുകാര്? നന്ദ, ഇതിട്ട് കൊടുത്തോളൂ. അത് പിന്നെ കൊലുസ് തന്നിട്ട് ഗീതമോള് താങ്ക്സ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. മോളെന്താ വിളിച്ചേ? ഒന്നുകൂടി വിളിച്ചേ.